കാസർഗോഡ് സിപിഐഎം പ്രവർത്തകൻ സി നാരായണൻ കുത്തേറ്റു മരിച്ച സംഭവത്തിൽ 2 ബിജെപി പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. പുഷ്പൻ, ശ്രീനാഥ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ LDF ഹർത്താൽ ആചരിച്ചു. ഇതിനിടെ കണ്ണൂർ അഴീക്കോട് 2 സിപിഎം പ്രവർത്തകർക്ക് വെട്ടേറ്റു. തൊടുപുഴയിൽ RSS പ്രവർത്തകർ സിപിഐഎം പാർട്ടി ഓഫീസ് അടിച്ചു തകർത്തു. ഇതിൽ പ്രതിഷേധിച്ച് നാളെ ഇടുക്കി ജില്ലയിൽ സിപിഐഎം പ്രതിഷേധ ദിനം ആചരിക്കും. സംസ്ഥാന വ്യാപകമായി ആക്രമണവും രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതിഷേധവുമായിരുന്നു ഇന്ന് ക്രമസമാധാന പ്രശ്നമായി പൊതുവെ കേരളത്തിൽ ഉയർന്നത്. ഓണദിവസം കാസർഗോഡ് RSS ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സിപിഐഎം പ്രവർത്തകൻ ശ്രീനാരായണന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ആയിരങ്ങളാണ് ആദരാഞ്ജലികളുമായി കാലിച്ചാലിടുക്കത്ത് പൊതുദർശനത്തിനെത്തിയത്. നാരായണന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് LDF പ്രഖ്യാപിച്ച ഹർത്താൽ കാസർഗോഡ് ജില്ലയിൽ സമാധാനവും പൂർണ്ണവുമായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് നാട്ടിലെത്തിച്ച് സംസ്കരിക്കുകയായിരുന്നു. മകൻ അഭിജിത്താണ് സി നാരായണന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പുഷ്പൻ, ശ്രീനാഥ് എന്നീ ബിജെപി പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. അതേസമയം കണ്ണൂരിലും ഇടുക്കിയിലും RSS ആക്രമണങ്ങളുണ്ടായി. കണ്ണൂർ അഴീക്കോട് RSS ആക്രമണത്തിൽ 2 സിപിഐഎം പ്രവർത്തകർക്കാണ് വെട്ടേറ്റത്. കാപ്പൽ പീടികയിൽ ഷൈജു, ഷഹീർ എന്നിവരെ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊടുപുഴയിൽ RSS പ്രവർത്തകർ സിപിഐഎം പാർട്ടി ഓഫീസ് അടിച്ചു തകർത്തു. നാളെ ഇടുക്കിയിൽ പ്രതിഷേധ ദിനം ആചരിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MM മണി വ്യക്തമാക്കി. കായംകുളത്ത് ഇന്നലെ സിപിഐഎം പ്രവർത്തകരെ ആക്രമിച്ച 5 RSSകാരാണ് ഇന്ന് പിടിയിലായത്. രാഷ്ട്രീയത്തിന് പുറമെ ഒരു കൊലപാതകത്തിനു കൂടി കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചു. ചെങ്ങന്നൂരിൽ ഓണത്തിന് മദ്യം വിളമ്പിയതുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ ചികിത്സയിലായിരുന്ന സിജു എന്ന ആളാണ് ഇന്ന് മരിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV ന്യൂസ്. RSS ആക്രമണങ്ങൾക്ക് UDF സർക്കാർ സഹായം ചെയ്തു കൊടുക്കുന്നതായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. ആക്രമണം നടത്തുന്ന RSSകാർക്ക് കോൺഗ്രസുമായി പ്രത്യേക ധാരണയുണ്ടെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഇതെന്നും പോൾ ബ്യൂറോ അംഗം പിണറായി വിജയനും പറഞ്ഞു. ക്രമസമാധാന നില തകർക്കാൻ ആസൂത്രിത നീക്കം നടക്കുന്നതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. ഭരണത്തിന്റെ ഒത്താശയിലാണ് ചെയ്യുന്നത്. പോലീസ് നോക്കി നിൽക്കുകയാണ്. UDF ഗവൺമെന്റ് RSSന്റെ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ അവർക്ക് കരുത്ത് കിട്ടുന്നത്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ RSSനെ പ്രീണിപ്പിക്കുന്ന നിലപാട് ഒരു ഭാഗത്ത് വരുന്നു. അപ്പോൾ RSSനെ കൂടുതൽ പ്രീണിപ്പിക്കുന്നു എന്ന നിലപാട് കാണിക്കാൻ വേണ്ടി ചില സംഭവങ്ങൾ തന്നെ ഉയർന്നു വരുന്നുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തെ സമാധാന ജീവിതം ഉറപ്പുവരുത്താൻ വേണ്ടി ഇത്തരം അക്രമങ്ങൾ നടത്തുന്ന ആളുകളുടെ മേൽ കർശന നടപടി സ്വീകരിക്കും. ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ഉണ്ടാകില്ല. രാജസ്ഥാനിലെ 108 ആംബുലൻസ് അഴിമതി കേസിൽ മുൻ കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ മകനായ രവി കൃഷ്ണ, ഉമ്മൻചാണ്ടിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായിരുന്ന ഷാഫി മേത്തർ എന്നിവർക്കെതിരെ CBI കേസെടുത്തു. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് എന്നിവർക്കെതിരെയും CBI കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തു. 108 ആംബുലൻസ് രാജസ്ഥാനിൽ സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും മക്കൾക്കുമെതിരെ തെളിവ് സഹിതം CBI FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതിക്ക് കീഴിലാണ് ആംബുലൻസ് സർവീസ് നടത്തുന്നത്. ഇത് രാജസ്ഥാനിൽ നടത്താൻ പദ്ധതി ഏറ്റെടുത്ത ചികിത്സ ഹെൽത്ത് കെയർ ലിമിറ്റഡിലെ ഡയറക്ടർമാരായിരുന്നു വയലാർ രവിയുടെ മകൻ രവികൃഷ്ണ, P ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരം, രാജസ്ഥാൻ കോൺഗ്രസ് അധ്യക്ഷൻ സച്ചിൻ പൈലറ്റ്. ഇവരോടൊപ്പം ക്രമക്കേടിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ചികിത്സാ കമ്പനിയുടെ മുൻ ഡയറക്ടറും കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായിരുന്ന ഷാഫി മേത്തർക്കുമെതിരെ കേസെടുത്തു. കേരളത്തിൽ 108 ആംബുലൻസ് സർവീസിന് പിന്നിലും ഷാഫി മേത്തറായിരുന്നു. ആംബുലൻസ് സർവീസ് നേടിയത് ക്രമവിരുദ്ധമാണെന്നും ആംബുലൻസുകൾ ഓടിയതിനേക്കാൾ കൂടുതൽ പണം എഴുതി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നുമാണ് FIR. പ്രതിപട്ടികയിലുള്ളവർക്കെതിരെ പൊതുസമ്പത്ത് ദുരുപയോഗം, ഗൂഢാലോചന, അഴിമതി തുടങ്ങിയ വകുപ്പുകളനുസരിച്ചും കേസെടുത്തു. നേരത്തെ ചികിത്സാ ഹെൽത്ത് കെയർ കമ്പനിയുടെ മുംബൈയിലെയും ജയ്പൂരിലെയും ഓഫീസുകളിൽ CBI റെയ്ഡ് നടത്തിയിരുന്നു. 2.56 കോടി രൂപയുടെ ക്രമക്കേടും കണ്ടെത്തി. രാജസ്ഥാൻ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് കേസ് CBI ഏറ്റെടുത്തത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. 108 ആംബുലൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന അഴിമതിയെക്കുറിച്ചും CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. രാജസ്ഥാനിൽ നടന്ന അഴിമതിയെക്കുറിച്ച് CBI സമഗ്ര അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ ഇതിന്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണെന്ന് VS ചൂണ്ടിക്കാട്ടി. ഫോർട്ട് കൊച്ചി ബോട്ട് അപകടത്തിന് കാരണം മത്സ്യബന്ധന വള്ളം ഓടിച്ചിരുന്ന ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗവുമാണെന്ന് പ്രാഥമിക നിഗമനം. അപകടത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. അപകടത്തിന്റെ ഉത്തരവാദിത്തം കൊച്ചിൻ കോർപ്പറേഷനും തുറമുഖ വകുപ്പും ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അപകടത്തിൽ മരിച്ചവരുടെ വീടുകൾ കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിച്ചു.
വിവിധ വകുപ്പുകളുടെ നിരുത്തരവാദിത്വമാണ് 10 പേരുടെ ജീവനപഹരിച്ച ബോട്ട് ദുരന്തത്തിന് കാരണം. കൊച്ചി കോർപ്പറേഷനെതിരെയും കരാറുകാരനെതിരെയും കേസെടുക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. ഇടിഞ്ഞുപൊളിഞ്ഞ ബോട്ടിന് എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയെന്ന് അന്വേഷിക്കണം. മത്സ്യബന്ധന ബോട്ടിനെതിരെ മാത്രം നടപടി സ്വീകരിച്ച് കേസ് ഒതുക്കാനാണ് നീക്കം. ഇതോടൊപ്പം സമഗ്രമായ ഒരു അന്വേഷണം നടത്തും എന്നാണ് ഇപ്പോൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. ഏത് തരത്തിലുള്ള ഒരു അന്വേഷണമാണെന്ന് ഗവൺമെന്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിനു മുമ്പെല്ലാം നടന്ന ദുരന്തങ്ങൾ സംബന്ധിച്ച് ജുഡീഷ്യൽ തലത്തിലുള്ള അന്വേഷണമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന്റെ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുകൊണ്ട് ഒരു ജുഡീഷ്യൽ എൻക്വയറി തന്നെ ഉത്തരവിടാൻ ഗവൺമെന്റ് തയ്യാറാവണം. ദുരന്തത്തിൽ മരിച്ചവരുടെ വീടുകൾ കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിച്ചു. CPIM ജില്ലാ സെക്രട്ടറി പി രാജീവ്, ജോൺ ഫെർണാണ്ടസ് എന്നിവരും കോടിയേരിക്കൊപ്പമുണ്ടായിരുന്നു. ദുരന്തബാധിതരെ സഹായിക്കാൻ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് ഓണം നാളുകളിൽ ബിവറേജസ് കോർപ്പറേഷനിലും കൺസ്യൂമർ ഫെഡിലും റെക്കോർഡ് മദ്യവിൽപ്പന. 80 കോടിയിലധികം രൂപയുടെ മദ്യമാണ് ഈ ദിവസങ്ങളിൽ മദ്യപാനികൾ അകത്താക്കിയത്. ബെവ്കോയിൽ തിരുവോണ ദിവസത്തിൽ മാത്രം 46 കോടി രൂപയുടെ മദ്യം വിറ്റപ്പോൾ കൺസ്യൂമർ ഫെഡിലെ വിൽപ്പന 10 കോടി രൂപയായിരുന്നു. ഉത്രാടം, അവിട്ടം ദിവസങ്ങളിൽ 40 കോടിയിലധികം രൂപയുടെ മദ്യമാണ് വിറ്റഴിഞ്ഞത്. സംസ്ഥാനത്ത് ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകളിൽ കേരളീയർ കുടിച്ചു തീർത്തത് 80 കോടിയിലധികം രൂപയുടെ മദ്യമാണ്. ഓണം നാളുകളിൽ സർക്കാർ ബിവറേജ് കോർപ്പറേഷനിലെയും കൺസ്യൂമർ ഫെഡിലെയും മദ്യവിൽപ്പനയുടെ കണക്കാണ് ഇക്കാര്യം പറയുന്നത്. ബെവ്കോയിൽ തിരുവോണ ദിനത്തിൽ മാത്രം വിറ്റത് 46 കോടി രൂപയുടെ മദ്യം. ഈ ദിവസം കൺസ്യൂമർ ഫെഡിലെ വിൽപ്പന 10 കോടിയായിരുന്നു. കഴിഞ്ഞ വർഷം ഇത് 8 കോടിയായിരുന്നു. ഉത്രാട ദിനത്തിൽ മദ്യവിൽപ്പന 25 കോടി രൂപയും അവിട്ടം ദിനത്തിൽ ലഭിച്ച കണക്ക് പ്രകാരം 10 കോടിയിലധികം രൂപയുടെ മദ്യവും വിറ്റു. അത്യാധുനിക രീതിയിലുള്ള ശീതീകരിച്ച ഔട്ട്ലെറ്റുകളോട് മലയാളിക്ക് പ്രിയമേറുന്നു എന്നതാണ് ഓണനാളിലെ മദ്യവിൽപ്പനയുടെ ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ കൊച്ചി വൈറ്റ്ല ഔട്ട്ലെറ്റിലാണ് തിരുവോണ ദിനത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത്. 53 ലക്ഷത്തിന്റെ മദ്യം ഈ ഔട്ട്ലെറ്റിൽ വിറ്റുപോയി. ഉത്രാടം നാളിൽ അത് 53.5 ലക്ഷമായിരുന്നു. ആധുനിക ഔട്ട്ലെറ്റുകളായ കുന്നംകുളത്ത് 44 ലക്ഷത്തിന്റെയും ഏറ്റുമാനൂരിൽ 38.5 ലക്ഷത്തിന്റെയും മദ്യം വിറ്റു. ബെവ്കോയിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് തിരുവനന്തപുരം ഉള്ളൂരിലെ അത്യാധുനിക ഔട്ട്ലെറ്റിലാണ്. 42 ലക്ഷം രൂപയുടെ മദ്യം ഇവിടെ നിന്നും മലയാളികൾ വാങ്ങിക്കുടിച്ചു. കൂടാതെ ഓണക്കാലത്ത് ബിയർ, വൈൻ പാർലറുകളുടെ വിൽപ്പനയും ഉയർന്നിട്ടുണ്ട്. ക്യൂ നിൽക്കാതെ ഔട്ട്ലെറ്റിൽ പ്രവേശിച്ച് ഇഷ്ടമുള്ള മദ്യം തിരഞ്ഞെടുക്കാൻ സൗകര്യമുള്ള കേന്ദ്രങ്ങളിലാണ് കൂടുതൽ വിൽപ്പന എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷം ഓണം നാളുകളിൽ 70 കോടി രൂപയിലധികം മദ്യമാണ് വിറ്റഴിച്ചത്. മുൻവർഷം 4 കോടിയായിരുന്ന കൺസ്യൂമർ ഫെഡിന്റെ തിരുവോണ നാളിലെ മദ്യവിൽപ്പന ഇപ്പോൾ 10 കോടിയിലെത്തി. ബാറുകൾ പൂട്ടിയത് മദ്യവിൽപ്പന കൂടാൻ കാരണമായിട്ടുണ്ട്. ബെവ്കോയിലെ ചില ഔട്ട്ലെറ്റുകളുടെ ഔദ്യോഗിക കണക്കുകൾ കൂടി ലഭ്യമാകുമ്പോൾ മദ്യവിൽപ്പന ഈ കണക്കിൽ നിന്നും ഉയരും. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പച്ചക്കറികളിലെ കീടനാശിനി പ്രയോഗത്തിനെതിരെ നടപടി തുടങ്ങിയതോടെ തനിക്കെതിരെയുള്ള ഭീഷണി വർദ്ധിച്ചതായി ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ TV അനുപമ. പച്ചക്കറികളിൽ കീടനാശിനികൾ എത്രത്തോളം ആകാം എന്നത് സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ ഇല്ലാത്തത് പരിശോധനകൾക്ക് തിരിച്ചടിയാണെന്നും കമ്മീഷണർ വ്യക്തമാക്കി. പച്ചക്കറികളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികളിൽ പലതും എത്രത്തോളം ആകാം എന്നത് സംബന്ധിച്ച് മാനദണ്ഡങ്ങളില്ല. ഇത്തരം കീടനാശിനികളാണ് ഇപ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസെടുക്കാനുമാകില്ല. ഇത്തരം കീടനാശിനികൾ പച്ചക്കറികളിൽ എത്രത്തോളം ആകാമെന്നത് സംബന്ധിച്ച് മാനദണ്ഡങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ എന്നും അവർ പറഞ്ഞു. ലിമിറ്റ്സ് ഫിക്സ് ചെയ്യാത്ത ചില പെസ്റ്റിസൈഡ്സും മറ്റും നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആക്ടിന്റെ കീഴിൽ ലിമിറ്റ് ഫിക്സ് ചെയ്യാത്ത ഒരു പെസ്റ്റിസൈഡിന്റെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിന്റെ കീഴിൽ നമുക്ക് സ്റ്റെപ്സ് എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരം പെസ്റ്റിസൈഡ്സ് എല്ലാം അവർ ഉപയോഗിച്ച് കാണുന്നത്. അന്യസംസ്ഥാനത്ത് നിന്ന് വിഷപ്പച്ചക്കറികളും ഭക്ഷ്യവസ്തുക്കളും കൊണ്ടുവരുന്നതിനെതിരെ നടപടിയെടുത്തു തുടങ്ങിയതോടെ തനിക്കെതിരെയുള്ള ഭീഷണി വർദ്ധിച്ചതായി കമ്മീഷണർ പറഞ്ഞു. ഇത്തരത്തിൽ 15 ഭീഷണി കത്തുകൾ ഓഫീസിലും വീട്ടിലുമായി ലഭിച്ചു. മുംബൈ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നാണ് കത്തുകൾ വന്നതെന്നും അനുപമ വ്യക്തമാക്കി. കീടനാശിനി കമ്പനികളുടെ കൂട്ടായ്മയായ ക്രോപ്പ് കെയർ ഫൗണ്ടേഷനാണ് തനിക്കെതിരെ ഭീഷണിയുമായി ആദ്യമായി രംഗത്തെത്തിയതെന്നും അവർ പറഞ്ഞു. 3 മാസമായിട്ട് നിരവധി വക്കീൽ നോട്ടീസുകൾ, അതുകൂടാതെ പിന്നെ കുറച്ച് ഫാമേഴ്സ്, പല അഗ്രികൾച്ചർ ഏജൻസീസിന്റെയും ലെറ്റേഴ്സ്, കുറച്ച് ത്രെറ്റനിങ് ടോണിലുള്ള കുറച്ച് ലെറ്റേഴ്സും ഒക്കെ നമ്മുടെ ഓഫീസിൽ വന്നിരുന്നു. വിഷപ്പച്ചക്കറികൾ കൊണ്ടുവരുന്നതിനെതിരെ നടപടിയെടുത്തപ്പോൾ വിഷാംശത്തിന്റെ അളവിൽ കുറവെന്നു തുടങ്ങിയതായും അനുപമ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഷീന ബോറ കേസിൽ വീണ്ടും വഴിത്തിരിവ്. കേസ് ലോക്കൽ പോലീസ് അന്വേഷിച്ചില്ലെന്ന കണ്ടെത്തൽ. കേസിൽ അലംഭാവം കാണിച്ച ലോക്കൽ പോലീസിനെതിരെ മഹാരാഷ്ട്ര DGP വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതേസമയം കേസിൽ അറസ്റ്റിലായ ഇന്ദ്രാണിയുടെ രണ്ടാമത്തെ ഭർത്താവ് സഞ്ജയ് ഖന്ന കുറ്റം സമ്മതിച്ചു.
2012 ഏപ്രിൽ 24 കൊല്ലപ്പെട്ട ഷീന ബോറയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ റായ്ഗഡ് വനത്തിൽ നിന്നും കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ തയ്യാറാകാതിരുന്ന ലോക്കൽ പോലീസ് എത്രയും വേഗം ഷീനയുടെ മൃതദേഹം മറവു ചെയ്തു. മുൻ കാമുകൻ രാഹുൽ മുഖർജി 3 തവണ പരാതി നൽകിയിട്ടും അന്വേഷിക്കാൻ ലോക്കൽ പോലീസ് തയ്യാറായില്ല. ഷീനയെ കാണാതായ വിവരം കാണിച്ചാണ് രാഹുൽ പോലീസിന് പരാതി നൽകിയത്. അന്വേഷിച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ കൊലപാതകം കണ്ടെത്താൻ കഴിയുമായിരുന്നു. മുംബൈ പോലീസ് കമ്മീഷണർ രാകേഷ് മരിയ ഇക്കാര്യം മഹാരാഷ്ട്ര ഡിജിപിയെ അറിയിച്ചതിനെ തുടർന്നാണ് ലോക്കൽ പോലീസിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കേസിലെ പ്രതിയും സ്റ്റാർ ഇന്ത്യ മുൻ സിഇഒ പീറ്റർ മുഖർജിയുടെ ഭാര്യയുമായ ഇന്ദ്രാണിയെ സഹായിക്കാനാണ് ലോക്കൽ പോലീസ് നടപടിയെന്നും രാകേഷ് മരിയ ഡിജിപിയെ അറിയിച്ചു. അതേസമയം കൊല നടന്ന ദിവസം താൻ മുംബൈയിൽ ഉണ്ടായിരുന്നെന്ന് ഷീനയുടെ സഹോദരൻ മിഗായൽ ബോറ വെളിപ്പെടുത്തി. കൊല നടന്ന അതേ ഹോട്ടലിൽ വെച്ച് ഇന്ദ്രാണിയും മുൻ ഭർത്താവ് സഞ്ജീവ് ഖന്നയും ബലാത്കാരമായി ഉറക്കഗുളിക നൽകിയെന്നും ഒരുവിധം രക്ഷപ്പെടുകയായിരുന്നെന്നും പോലീസിനോട് മിഗായൽ വെളിപ്പെടുത്തി. തന്റെ ജീവന് ഇപ്പോഴും ഭീഷണി നിലനിൽക്കുന്നതായും മിഗായൽ പോലീസിനോട് ആവർത്തിച്ചു. കേസിൽ അറസ്റ്റിലായ ഇന്ദ്രാണിയുടെ മുൻ ഭർത്താവ് സഞ്ജീവ് ഖന്ന കുറ്റം സമ്മതിച്ചു. ഷീനയെ ഇന്ദ്രാണിയുമൊത്ത് താൻ കൊലപ്പെടുത്തുകയായിരുന്നെന്നാണ് സഞ്ജയുടെ വെളിപ്പെടുത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഓണാവധിയായതോടെ കേരള തമിഴ്നാട് അതിർത്തിയിലെ പ്രധാന ടൂറിസം ആകർഷണമായ കുറ്റാലം വെള്ളച്ചാട്ടം കാണാൻ മലയാളികളുടെ തിരക്ക് കൂടുന്നു. തെക്കൻ കേരളത്തിലുള്ളവരാണ് കൂടുതലും അവധിക്കാലം ആഘോഷിക്കാൻ തെങ്കാശിക്ക് സമീപമുള്ള കുറ്റാലത്ത് എത്തുന്നത്. പശ്ചിമഘട്ടത്തെ പൊതികൈ മലനിരകളിൽ നിന്ന് ആരംഭിക്കുന്ന ചെറുതും വലുതുമായ 9 വെള്ളച്ചാട്ടങ്ങൾ. ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള 60 മീറ്റർ ഉയരത്തിൽ നിന്നുള്ള പേരരുവി എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ഇതിൽ പ്രധാനം. ഇതുകൂടാതെ ചിറ്റരുവി, തേനരുവി, ഐന്തരുവി, പഴയ കുറ്റാലം ഇങ്ങനെ നീളുന്നു കുറ്റാലത്തെ വെള്ളച്ചാട്ടങ്ങൾ. ഓണക്കാല അവധി ആഘോഷിക്കാൻ തെക്കൻ കേരളത്തിലുള്ളവരുടെ തിരക്കാണ് ഇപ്പോൾ കുറ്റാലത്ത്. പ്രകൃതി ഭംഗി ആസ്വദിച്ചും കുരങ്ങന്മാരുടെ വികൃതികൾ കണ്ടും വെള്ളച്ചാട്ടത്തിൽ ഒരു കുളിയും കഴിഞ്ഞാണ് കുറ്റാലത്തെത്തുന്ന സഞ്ചാരികളുടെ തിരികെ പോക്ക്. തമിഴ്നാട്ടിലെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയായ ഒരു സ്ഥലമല്ലേ കുറ്റാലം എന്ന് പറയുന്നത്. നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ ബാറുകൾ കൂട്ടത്തോടെ പൂട്ടിയതും തമിഴ്നാട് ടൂറിസത്തിന് പ്രിയമേറാൻ കാരണമായിട്ടുണ്ടെന്നും സഞ്ചാരികൾ സമ്മതിക്കുന്നുണ്ട്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.